പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് മാത്രം വലിയ തെറ്റൊന്നും ബോച്ച ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടില്ല. ഈ ഒരു കേസിലൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ കൊലപാതകം ചെയ്തവരും ബലാത്സംഗം ചെയ്തവരും അല്ലെങ്കിൽ വലിയ തെറ്റുകൾ ചെയ്തവരും കോടികൾ മുക്കിയവനൊക്കെ ഇന്നും ഒരു ശിക്ഷയും കിട്ടിയിട്ടില്ല. ഓനെ ആരും തൂക്കിക്കൊല്ലാനും വെച്ചിട്ടില്ല. ഓനെ ജയിലിൽ കൊണ്ടാനും നോക്കിയില്ല. ഓനെ അഥവേ ജയിലിൽ കൊണ്ടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ടായിട്ടുള്ളൂ. കൊലപാതകികളെയും ബലാത്സംഗ വീരന്മാരെയും അല്ലെ കോടികൾ തട്ടുന്നതൊക്കെ. ഇതിപ്പോൾ ഒരു യഥാർത്ഥത്തിൽ ഒരു വാക്ക് പറഞ്ഞ് അത് ഈ പറഞ്ഞ വ്യക്തി തന്നെ, ഇപ്പോൾ കേസ് കൊടുത്ത വ്യക്തി തന്നെ അതിനെ നല്ലോണം ആസ്വദിച്ചൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 5-6 മാസങ്ങൾക്ക് ശേഷമാണ് ഇതൊരു കേസായി മുന്നോട്ട് വരുന്നത്. നോക്കണ്ട, അവർക്ക് പല ഉദ്ദേശങ്ങളും ഉണ്ടാവും. ഇത് വലിയ തല വേണ്ട കേസൊന്നല്ല. ഒക്കെ ബോച്ചൊക്കെ പുഷ്പം പോലെ ഇറങ്ങി വരും. ഇറങ്ങി വരുമ്പോൾ പറ്റുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്വീകരണം കൊടുക്കുക. അതിനുള്ള സംവിധാനം നോക്കുക എന്നല്ലാണ്ട്. ഹലോ, നമസ്കാരം. ഗണേശൻ മുട്ടിൽ. ഇതൊരു ചെറിയൊരു കാര്യം കണ്ടപ്പോഴത്തേനും എന്തിനാണ് ഇങ്ങനെ വഷളൻ അത് ഇതെന്നൊക്കെ പറയുന്നത്? പ്രത്യേകിച്ച് ബോച്ചയെ പോലെ ഒരാളെ ഇങ്ങനെ അവഹേളിക്കരുത് ആരും. മനസ്സിലായില്ലേ? ഗ്രൂപ്പിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ കൊഴിഞ്ഞു പോകാം, അതല്ല ഏറ്റവും ബെറ്റർ. അതായിരിക്കും നന്നാവുക. ഓക്കെ, ഞാൻ എന്തായാലും ബോച്ചയുടെ കൂടെ തന്നെ 100%. അദ്ദേഹം തെറ്റിയതില്ല, നമുക്കറിയാം. പിന്നെന്താ? ഓക്കെ, ഞാൻ അതിലിപ്പം പാർട്ടിപരമായിട്ട് നടപടി കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്തോട്ടെ ഞാനൊക്കെ. എന്തായാലും ബോച്ചയുടെ കൂടെ കഷ്ടപ്പെടുന്നതിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് ബോച്ചെ. അപ്പോൾ ബോച്ചെ തന്നെയാണ് യഥാർത്ഥ മനുഷ്യനെ. അപ്പോൾ ബോച്ചയുടെ കൂടെ തന്നെയാണ് നമ്മളെപ്പോലുള്ള ആളുകൾ നിൽക്കുക. ഓക്കെ, താങ്ക്സ് എവരിബഡി. ഹലോ, നമസ്കാരം. ഞാൻ നാഗരാജ് മേപ്പാടി. ഞാനൊക്കെ ബോച്ചേൻ്റെ എസ്റ്റേറ്റിൽ 1000 ഏക്കറിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇവിടുത്തെ ഒരു പെർമനന്റ് വർക്കറാണ് ഞാൻ. അപ്പോൾ ഞാനൊക്കെ എന്തായാലും ബോച്ചേൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ. ഓക്കെ.